സിനിമയും ജീവിതവും രണ്ടും രണ്ടാണ്. സമ്മതിച്ചേ. എന്തിനും ഏതിനും ചാടിക്കേറി പ്രതികരിക്കുന്ന സ്വഭാവമുള്ളവരെ നമ്മൾ സിനിമയിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? അതാണ് ചോദ്യം. എന്താന്നറിഞ്ഞൂടാ, കുറച്ചു നാളായിട്ടേ ആ ഗണത്തിൽപ്പെട്ട ഒരാളെ മലയാളികൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ആളുടെ പേര് ഞാൻ തന്നെയാണ്, മേജർ രവി. എന്താ ചിരിച്ചത്? എന്താ ചിരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലിനി, ആ ചോദ്യത്തിനകത്ത് കുറേ ഉത്തരങ്ങളും കുറേ ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ ഒറ്റ ചോദ്യത്തിൽ ഒതുക്കിയതുകൊണ്ട് ഞാൻ ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ എനിവേ, ദാറ്റ് ഈസ് മേജർ രവി. എന്നാ പിന്നെ വെൽക്കം ടു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എത്ര ലൈക്ക് കൊടുക്കും? ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു 50 lakhs കൊടുത്തേക്കാം. അത്രേ ഉള്ളോ? മതി. ബാക്കിയുള്ള ലൈക്ക് അത് തന്നെ ഇനി വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെ ലൈക്ക് തന്നോണ്ടിരിക്കാം. ശരിക്കും ഇങ്ങനത്തെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആൾ തന്നെയാണ്, പ്രതികരണശേഷി കൂടിയ ആൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനകത്ത് തോന്നുന്നു ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ആരെങ്കിലും പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം. നോ, ഇഫ് ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റോങ്, ഞാനത് ചോദിക്കും. ശാലിനി ഒന്ന് ട്രൈ നോക്ക്. അതാണ് പറഞ്ഞത്, ശാലിനി ഒന്ന് ട്രൈ നോക്ക്. ശാലിനിയും പുറത്തിറങ്ങിയിട്ട് കണ്ടു കഴിഞ്ഞ് സമൂഹത്തിന് നിരക്കാത്താണെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പഠിക്കുക. അല്ല, ഇടയ്ക്ക് തോന്നുന്നു ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു, അവനവന്റെ കാര്യം നോക്കി നടന്നു. നമ്മൾ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലിനി, വി വിൽ നോട്ട് റീച്ച് എനിവർ. എന്റെ കാര്യം ഞാൻ എന്തിനത് പറഞ്ഞു? അയ്യേ, ഇനിയിപ്പോ അതായി. യെസ്, നിങ്ങൾ ചില സമയങ്ങൾ പറയുമ്പോൾ അതിന് ശത്രുത ഉണ്ടായിരിക്കും, പലരും അതിനെ ചോദ്യം ചെയ്യും. സോ ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ എടുത്തു ചാടുമ്പോൾ ഇപ്പൊ പക്വതയുണ്ട്, പണ്ട് പക്വത ഉണ്ടായിരുന്നില്ല. ഞാൻ അതാ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് ജീവിതത്തിൽ ഓരോ ഫേസ് ഉണ്ടല്ലോ, ആ ഓരോ ഫേസിലാണ് നമ്മൾ നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. അപ്പൊ ജീവിതത്തിന്റെ ഏത് ഫേസിലാണ് എനിക്കിങ്ങനെ പ്രതികരണശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? അതൊരു സിനിമാക്കാരനായതിനു ശേഷമാണോ, പട്ടാളക്കാരനായതിനു ശേഷമാണോ, അതോ അതിന് മുന്നേക്ക് ഒരു പട്ടാമ്പിക്കാരൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണോ? ശാലിനി, ഞാൻ പട്ടാമ്പിക്കാരൻ രവീന്ദ്രനായിരുന്ന സമയത്തും ഞാനും എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള MC മോഹനൻ എന്ന് പറയുന്നത്, ഞങ്ങളാണ് ഏറ്റവും വലിയ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഈ രണ്ടുപേരും കൂടെ ഞാങ്ങാട്ടിക്കകത്ത് കാണിക്കാത്ത ബഹളങ്ങളൊന്നുമില്ല. പക്ഷെ അത് അന്നൊരു കുട്ടികളുടെ വീഴ്തിയായിട്ട് മാറ്റിയിരുന്നു. പക്ഷെ ഒരിക്കലും സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തില്ല. മറ്റവന്റെ വളപ്പ് കയറി മാങ്ങ കിട്ടു, അവരാൾക്കാർ ഓടും തല്ലാൻ വരും, അത് അന്ന് വികൃതിയാണത്. പിന്നീട് പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം ഞാൻ അതുപോലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, മറ്റവന്റെ വളപ്പ് കയറി മാങ്ങ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ വന്ന് കട്ടു എന്നാണ് പറയാ, അല്ലെ? അപ്പം നമ്മളെ അറിയാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊക്കെ ഞാനൊക്കെ ലീവിന് വരുന്ന സമയത്ത് ഞാനും മോനൊക്കെ ഞങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാണ്, ഞങ്ങളിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. മറ്റത് എപ്പോഴും ഞാങ്ങാട്ടിയിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പിന്നുള്ള കളിയുടെ സമയത്തും അവിടെ അടിയും പിടിയും ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഞാനും മോനും ഒരു സെറ്റും ബാക്കിയുള്ളവരെല്ലാം ഓപ്പോസിറ്റ് സെറ്റും. അന്നൊക്കെ നമുക്ക് കിട്ടുന്നതും കൊടുക്കുന്നതും എല്ലാം ഒരുമിച്ചിട്ടാണ്. അപ്പൊ അത് എത്ര അങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കിട്ടിയെന്നില്ല, കണക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കും. പക്ഷെ ചില സമയങ്ങളിൽ എന്താണ് ചെയ്യല്, ഔട്ട് നമ്പേർഡ് ആയിക്കളയും. ഞങ്ങൾ ഈ രണ്ടുപേർക്ക് 10-12 പിള്ളേരൊക്കെ പാടെ കൂടിയിട്ടാകുമ്പോ അപ്പോഴും മോഹനം പിടിച്ചു. മോഹൻ വാസ കട്ട സിംഗ്. ഞാൻ വളരെ നരുന്നായിരുന്നു, ഒരു 37 കിലോ വെയിറ്റ് ആയിരുന്നു 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത്. പക്ഷെ വികൃതിയിലോ അല്ലെങ്കിൽ ചങ്കൂറ്റത്തിലോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ കുട്ടിക്കാലത്ത് അതെല്ലാം ഓക്കെ. ഏത് ഫേസിലായിരുന്നു നമുക്ക് ഈ പ്രതികരണ ശേഷി ശരിക്കും കൂടെ വന്നത്? അത് പണ്ട് പട്ടാമ്പിയിൽ നടക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ നടക്കുമ്പോഴുണ്ടത്, അത് ജന്മന ഉള്ളതാണെന്ന് തോന്നുന്നു. എങ്ങനെ എത്ര ഫിറ്റ് ആയിട്ടിരിക്കണത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ശാലിനി. കാരണം നമ്മുടെ ശരീരം ഏതെങ്കിലും രൂപത്തിലായിരിക്കും. അതന്നെ ഞാൻ ചോദിക്കുമ്പോ, കാരണം ഈ അടുത്തൊരു പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ടൊരു പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ആ യൂണിഫോം ഞാൻ 90-ൽ ഇട്ടിരുന്ന യൂണിഫോമാണ്. അതെടുത്തിട്ട് നോക്കുമ്പോൾ ഇന്നും ഞാൻ അതിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. എത്ര വർഷമായി പട്ടാളത്ത് നിന്ന് VRS എടുത്തിട്ട്? VRS എടുത്തിട്ട് ഇപ്പൊ അവസാനം എന്റെ വയസ്സിലോട്ട് വരുന്നുള്ള എനിക്കറിയാം ശാലിനി. ജവ എന്നുള്ളതൊന്നും പറയണ്ട, എനിക്കറിയാം. എനിവേ, പട്ടാളത്തിന് VRS എടുത്തിട്ട് ഇപ്പം 18 years ആയിരിക്കുന്നു. സത്യം ഞാൻ വിചാരിച്ചില്ലാട്ടോ അത്രയാവുന്നത്. എന്നിട്ട് എങ്ങനെ ഇത്ര ഫിറ്റ് ആയിട്ടിരിക്കണേ? സത്യം പറയൂ, എത്ര വയസ്സുണ്ട്? പുരുഷന്മാരോട് വയസ്സ് വയ്ക്കാന്നാ? ഓ, അത് ശരി. ഐ ആം എ പ്രൗഡ് 58 ക്രോസ് ചെയ്ത് 59-ൽ റൺ ചെയ്യുന്നു. അടുത്ത വർഷം എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സമയത്ത് ശാലിനി ഇപ്പൊ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ എനിക്ക് നല്ല രസമായിരിക്കും. കാരണം എന്റെ തലമുടി ഇതുവരെ നരച്ചിട്ടില്ല, താടി നരച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഡെയിലി ഷേവ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് താടി വളർത്താൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് 60ാമത്തെ പിറന്നാളിൽ എനിക്കിങ്ങനെ പ്രൗഡായിട്ട് നിൽക്കാം, ഒരു ചുള്ളനായിട്ട്. എനിക്കൊരു ചുള്ളനായിട്ട് നിൽക്കുക. ഇപ്പൊ എന്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ ബ്രിഗേഡിയേഴ്സും ഇന്നോ നാളെയായിട്ട് അവർ മേജർ ജനറലാവും. ഇവരൊക്കെ എന്നെ ആർമിയിൽ കൊടുത്ത് ഞാൻ ഈ പട്ടാളത്തിന്റെ പെർമിഷൻ 71 വാറിന്റെതിന്റെയൊക്കെ പെർമിഷൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവർ നോക്കിയിട്ട് ഒരു എടാ നിനക്ക് മാത്രം ഒരു മാറ്റം ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ തലയിലത്തെ മുടിയില്ല, അത് പോയിരിക്കുന്നു. എന്റെയും കുറച്ച് തലയിലത്തെ മുടിയൊക്കെ പോകുന്നുണ്ട്, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നരച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ടെൻസ്ഡ്. ലൈഫ് ഒന്നുമില്ലാത്തടത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതുവരെയൊക്കെ എത്തിയില്ലേ ശാലിനി? സോ വൈ ഷുഡ് യു ബി ഗ്രീഡി അബൌട്ട് ലൈഫ്? ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ? എവിടെ? ജിമ്മിലൊക്കെ പോകാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് 3-4 months ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. വൈ? ബിക്കോസ് ഈ സിനിമയുടെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈമിംഗ് ഒക്കെ അപ്സെറ്റ് ആവും. മറ്റു ഞാൻ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങുന്ന വ്യക്തിയാണ്. ഇപ്പൊ അത് ചിലപ്പോൾ നടക്കില്ല. ആ സമയത്തായിരിക്കും എന്തെങ്കിലും റൈറ്റ് ചെയ്യാനുള്ള ബാക്കി ബാലൻസ് വരുന്ന സമയത്ത് 11:30 മണിയാവും. സോ ദെൻ യു ഗോട്ട് ടു കാച്ച് അപ്പ് വിത്ത് യുവർ സ്ലീപ്പ്. അപ്പൊ അത് 6 മണി വരെ കിടന്നുറങ്ങും. കൃത്യമായിട്ട് 10 മണിക്ക് കിടന്നാൽ 5 മണിക്ക് എഴുന്നേക്കാം. 5 മണിക്ക് എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പതുക്കെ നടക്കുന്ന രക്തമൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ദെൻ യു ആർ എ ഡിഫറെന്റ് പേഴ്സൺ. എങ്ങനെയാ
ഫിറ്റ് ആയിട്ടിരിക്കണേ. അപ്പൊ ശരിക്കും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കണേ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ആഹാരം വാരി വലിച്ച് തിന്നുന്ന പ്രശ്നമേ ഇല്ല. എന്റെ ഈ ചെറിയൊരു വയറിനകത്ത് കൊള്ളാവുന്നത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോഴേ പട്ടാളക്കാരെ കുറിച്ച് എന്ത് കേൾക്കുമ്പോഴും അറിയാണ്ട് ഈ രക്തം തിളയ്ക്കും. സൂക്ഷിക്കണമല്ലോ. അതെന്താ വെച്ചാൽ എന്നെ ഇന്ന് ഞാനാക്കിയത് പട്ടാളമാണ്. അപ്പൊ നമ്മള് മലയാള സിനിമയിൽ പണ്ട് തൊട്ടേ പട്ടാളക്കാര് എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്ന പോലെയൊക്കെയല്ലേ എല്ലാരും എടുത്തിരുന്നത്. അതിനൊരു അവസാനം വന്നത് കീർത്തി ചക്രയിലൂടെയാണ്. അപ്പൊ എന്താ അങ്ങനെ സങ്കടം വന്നിട്ടാണ് അവസാനം പട്ടാളക്കാരൻ എന്താ നാട്ടുകാർ മനസ്സിലാക്കട്ടെ എന്ന് എഴുതിയത്? അതല്ല ശാലിനി, ആ കീർത്തി ചക്ര എന്നുള്ളത് എന്റെ ഒരു അനുഭവത്തിന്റെ ഒരു കഥ, ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയിട്ട്. അല്ലാതെ അതുവരെയ്ക്കും ഞാൻ പോലും റിയലൈസ് ചെയ്തിട്ടില്ല സിനിമ കാരണം പട്ടാളക്കാരൻ ഒരു കോമാളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആ സിനിമയിലൊരു പട്ടാളക്കാരന്റെ ജീവിതം തുറന്നു കാണിച്ചു. പക്ഷെ അതിനെ കേരളം അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഒന്ന് മനസ്സിലായി, പട്ടാളക്കാരന്റെ യഥാർത്ഥ മുഖം കാണിച്ചപ്പം ദേ ലൈക്ട്. അതിനുശേഷം വന്നിട്ടുള്ള 1-2 പട്ടാളക്കഥകളിൽ പട്ടാളക്കാരനെ കോമാളിയാക്കിയിട്ട് നോക്കിയിട്ട് ആ പടങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. കാരണം അപ്പൊ ഒന്ന് മനസ്സിലായി, ഇനി പട്ടാളക്കാരെ ഇങ്ങനെ കോമാളിയായിട്ട് കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പട്ടാളത്തിലായിരുന്ന സമയത്ത് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് മലയാളത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അന്ന് ദേഷ്യം എന്നല്ല, അന്ന് തമാശയായിട്ട് വിടും. ഈ പട്ടാളക്കാരെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ആർക്കും ഒന്നും അറിയില്ല ശരിയായിട്ട്. അപ്പൊ അതിന്റെ മുകളിലാണ് ഈ കഥ എഴുത്തുകാരൻ അവന്റെ ഇമാജിനേഷനിലാണ് ഈ എഴുതുന്നത്. അത് കോമാളിയായിട്ട് പോവാണ്. റിട്ടയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കയ്യിലൊരു വടി ഉണ്ടായിരിക്കും, വാല് മുറിച്ചൊരു പട്ടി ഉണ്ടായിരിക്കും കൂടെ, പിന്നെ മീശ ഉണ്ടായിരിക്കും, അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള വെള്ള നിക്കറും വെള്ള ടീഷർട്ടും ഉണ്ടായിരിക്കും. പിന്നെ ചിലതാണെങ്കിൽ പച്ച കളറിലുള്ള ഷർട്ടും താഴത്തിൽ ലുങ്കി ഉണ്ടായിരിക്കും. കൂടാതെ ഒന്നും കൂടെ അങ്ങോട്ട് കയറണം വെച്ചെങ്കിൽ ഒരു 303 റൈഫിളും ഉണ്ടായിരിക്കും. ഇതൊന്നും ഒരിക്കലും ഒരു പട്ടാളക്കാരൻ സ്ഥിരമുള്ളതാണ്. എല്ലാ സിനിമകളിലും പട്ടാളക്കാരന്റെ വേഷം ഇട്ടിട്ടേ വീട്ടിൽ വരെ നടക്കുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഐ എം സെയിങ്. അതിനൊക്കെ അവസാനം കുറിച്ചത് ഈ കീർത്തി ചക്രയാണ്. അതുപോലെ തന്നെ ഇപ്പൊ റേഡിയോ ജോക്കികളെ കുറിച്ച് എന്തെങ്കിലും ഒരു സിനിമയിൽ കാണിക്കുകയാണെങ്കിൽ നമ്മളിവിടെ എല്ലാവരും കൂടി ഇരുന്ന് പറയും കണ്ടോ, എന്നാലും റേഡിയോ ജോക്കികൾ ഇങ്ങനെയല്ലാന്ന് എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നമ്മളിവിടെ തമ്മിൽ സംസാരിക്കും റേഡിയോ മാംഗിളിൽ തന്നെ. അതുപോലെ പട്ടാള ക്യാമ്പിൽ അപ്പൊ ഒരു സിനിമയൊക്കെ കണ്ടുവന്നിട്ട് നിങ്ങളും എല്ലാവരും കൂടി ഡിസ്കസ് ഒക്കെ ചെയ്യുമായിരുന്നു? ഡിസ്കസ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പട്ടാളക്കാരുടെ എന്താണെന്നറിയോ, ഈ കോമാളിത്തരം കാണിക്കുന്നതൊന്നുമല്ല. യൂണിഫോം എന്ന് പറയുന്നതിന് ഇത്രയും വൃത്തികേടായിട്ട് ഇട്ടിട്ട് അതിന്റെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്റ്റാർ എവിടെ വരും, അശോകസ്തംഭം എവിടെ വരും, സോഡ എവിടെ വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 22 വയസ്സായിട്ടുള്ള ചെറുക്കന് യൂണിഫോം ഇട്ടുണ്ടാവും, ഒരു ജനറലിന്റെ യൂണിഫോം ഒക്കെ ഇട്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താണ് ഇവന്മാർ ഇതൊന്നും ചെക്ക് ചെയ്തൂടെ. പിന്നെ അതിനെ ചോദിക്കാനുള്ളൊരു ആരോട് ചോദിക്കുക, എന്ത് ചോദിക്കണം. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു സിസ്റ്റം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് അതൊരു പ്രൊഫഷൻ ആക്കി എടുത്തത്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാ സംവിധായകൻ ആവുന്നതിന് മുന്നേ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസർ ആയിട്ടായിരുന്നു വന്നത് സിനിമയില്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രൊഫഷൻ സ്വയം ഏറ്റെടുത്തത്? അങ്ങനെ സ്വയമല്ല. അതിനെ ആക്ച്വലി ഞാൻ നന്ദി പറയുന്നത് രാജ്കുമാർ സന്തോഷി എന്ന് പറയുന്ന ഡയറക്ടറാണ്. അദ്ദേഹം പുക്കാർ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ പടത്തിന്റെ ക്യാമറാമാൻ സന്തോഷ് ശിവനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു ഇങ്ങനൊരു മേജർ റിവ്യൂ ഉണ്ട്, ഈ കൂടെ സിനിമാറ്റിക് ആയി ഓൾസോ, ബട്ട് ഹി വിൽ ബി പെർഫെക്റ്റ്. പിന്നെ ഈ കമാൻഡോ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈ ഡോണ്ട് യു കോളിംഗ് ഫോർ ദിസ് ഫിലിം എന്ന്. രാജ്കുമാർ സന്തോഷി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ എന്നെ വിളിക്കും. മോണിറ്ററിന് മുന്നിലിരിക്കുന്ന രാജിയുടെ റൈറ്റ് സൈഡിൽ എനിക്കൊരു ചെയർ ഇട്ട് തരും. അപ്പൊ ഞാൻ ഈ ഷോട്ടുകളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, രാജി ഇതെങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഡയറക്ഷനിലേക്ക് ഒരു തലയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ തോന്നുകയാണല്ലോ നമ്മൾ സുന്ദരനാണ്, സുന്ദരിയാണ്, എല്ലാവർക്കും തോന്നുന്നത്. ശാലിനിക്കും തോന്നാറുണ്ട് അല്ലേ? അപ്പൊ അത് തോന്നുന്ന സമയത്ത് നമുക്ക് തോന്നും നമുക്കെന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ. അങ്ങനെയാണ് സിനിമയിൽ വന്നിട്ട് ഞാൻ പ്രിയദർശന്റെ പടത്തിലൊക്കെ മുഖം കാണിക്കുക. ഈ മുഖം കാണിക്കലേ ഉള്ളൂ, നായകനൊന്നുമില്ല. അതൊന്നും ആഗ്രഹങ്ങളില്ല. എന്നെ കണ്ടാ അങ്ങനെ തോന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിൽ, വയസ്സായെന്നുള്ള തോന്നില്ലെങ്കിലും. പിന്നെ ലാലിന്റെ പടങ്ങളിലൊക്കെ ലാൽ വിളിക്കും, എടാ ഇങ്ങനെ ചെറിയൊരു റോളുണ്ട്, ബാ വന്ന് ചെയ്യുന്നു. ദെൻ എ സിറ്റുവേഷൻ കംസ് ദാറ്റ് ഐ എം നോട്ട് റീച്ചിങ് എനിവർ. പട്ടാളം വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമയിൽ എവിടെ എത്തുന്നില്ല. ദിസ് ഇസ് എ ടൈം ഐ ട്രൈഡ് എ ഹാൻഡ് ഓൺ എ ഷോർട്ട് ഫിലിം. അതിന് നായകനായിട്ട് എടുത്ത് മോഹൻലാലിന്റെ മകനായിരുന്നു, അവാർഡ് കിട്ടിയ പ്രണവിന്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളും പലതും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഞാൻ ഒരിക്കലും അറിയാത്തൊരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറഞ്ഞത്. ഈ വ്യക്തി പുനർജനി എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വന്ന് കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞാണ്, രവി യു ഷുഡ് ഗെറ്റ് ഇൻ ടു ഡയറക്ഷൻ കേട്ടോ. നമ്മൾ ഈ പ്രിവ്യൂ വെക്കുന്ന സമയത്ത് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്ന കുറെ ആളുകളെ കാണും. ഉഗ്രനായിട്ട് കേട്ടോ, ഭയങ്കര സംഭവം കേട്ടോ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ടായിരിക്കും ഇവർ പറഞ്ഞു മനുഷ്യന്റെ സമയം വേസ്റ്റ് ആയിക്കളാം. അപ്പൊ ഷാജി സാർ പറഞ്ഞു, ഞാൻ അതുപോലെ വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, ഷാജി സാറാണ്. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞെന്താ, രവി ഞാൻ ഇന്നലെ പറഞ്ഞതൊരു വെറും വാക്കല്ല, യു ഷുഡ് സീരിയസ്ലി ഗെറ്റ് ഇൻ ടു ഡയറക്ഷൻ.
അന്ന് രാത്രി ശാലിനി ഞാൻ കീർത്തിചക്ര വൺ ലൈൻ എഴുതാൻ തുടങ്ങി. അപ്പൊ ഓൾറെഡി കഥയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? അത് കീർത്തിചക്ര 91 നടന്ന സംഭവമല്ലേ. അപ്പൊ അതെന്നെ വളരെയധികം, ഞാൻ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ കഥ പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് പലരും കണ്ണു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നടന്ന സംഭവത്തിന് എന്റേതായിട്ടുള്ള ഇമാജിനേഷനിലെ ഇമോഷൻസ് എല്ലാം വെച്ചിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അങ്ങനെ വൺ ലൈനായി. സിനിമ തുടങ്ങുന്ന ഇങ്ങനെ, അവസാനിക്കുന്ന ഇങ്ങനെ, നടുക്കിൽ നിന്ന് ഇതെല്ലാം ക്ലിയർ ആയി. പിന്നീടാണ് അതിന്റെ പിറകിലുള്ള ഓട്ടം നടക്കും. അത് എത്ര വർഷം ഓടി? 4 വർഷം ഓടി. 4 വർഷം ഓടിയാൽ എന്താ സിനിമ ഹിറ്റ് ആയപ്പോഴേക്കും ശുക്രൻ ഉദിച്ചില്ലേ? ഓടിയോ? അതന്നെ ശാലിനി ഇപ്പൊ പറയുന്നല്ലോ മേജർ രവി എന്ന് പറയുന്നത്, അത് അന്ന് നടന്നതാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരില്ലേ നമ്മുടെ നാട്ടില്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു സെലിബ്രിറ്റിയെ കുറിച്ചൊരു ട്രോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. ആ ചിരിയിലുണ്ട് എഗ്രി ചെയ്തു എന്നുള്ളത്. അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണല്ലോ അല്ലെ? ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ കണ്ടു. ഞാനല്ലാതെ ആക്ട് ചെയ്യും. എനിക്കൊരു അഡ്മിൻ ഉണ്ട്. ഈ അഡ്മിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഒന്നും എന്നെ അറിയിപ്പിക്കരുത്. ഇപ്പൊ എന്നെ ഒരാൾക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. എന്റെ കഥ, എന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട്. അപ്പൊ അവർ ചിലപ്പോൾ തമാശ ലൈറ്റർ മൂവ്മെന്റിൽ ഇരിക്കുമ്പോൾ അവരെന്റെ അസിസ്റ്റന്റ് കൊണ്ടുവന്ന്, സാറേ നല്ലൊരു കോമഡി ഉണ്ട് കേട്ടോ സാറ് ഇവിടെ, അതാണ് ഇതാണ് സാറിന് ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ, ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ നൈസ് തിങ്, ലെറ്റ് ഇറ്റ് ബി. സോ ഇറ്റ്സ് എ കോമിക്കൽ ടോപ്പിക് ഫോർ എ ലൈറ്റർ മൂവ്മെന്റ്. അല്ലാതെ ഇതിനെ കുറിച്ചിട്ട് ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ യുവർ ലൈഫ് വിൽ ബി മിസറബിൾ. ഈ പണിയില്ലാത്ത ഒരു 15 പേര് ഇതിനു വേണ്ടി കുത്തിരുന്നിട്ട് ട്രോളും മറ്റതൊക്കെ അയച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അടുത്തും വരുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു പുതിയ വിവാഹത്തിന് പോലെ. ഞാൻ ഉണ്ടാക്കി വെക്കുന്നതല്ല ശാലിനി, അവരുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഫേസ്ബുക്ക് നോക്കാനായിട്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരിതിന് മറുപടി അയക്കോ, മറുപടി അയക്കാനൊക്കെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യോ, ഇതിന് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് എങ്ങനെയാ സാറേ ചെയ്യേണ്ടത്, നമുക്ക് തിരിച്ചയക്കണോ? ഇല്ല, ഇറ്റ് ഇസ് എ വെരി ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് ടു ദം. ഡോണ്ട് റിയാക്ട് എനിത്തിങ് വിത്തൌട്ട് ആസ്കിംഗ് മീ. നിങ്ങളതെല്ലാം കണ്ടോ, വായിച്ചു, ഐ ഡോണ്ട് ഗിവ് ഇൻസ്ട്രക്ഷൻ. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും എഴുതുന്നതിന് മുന്നേ യു ഷുഡ് ആസ്ക് മീ. ഏതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്? ഞാൻ ഫേസ്ബുക്കിനകത്തുണ്ട്, ട്വിറ്ററും നത്തിങ്. ഇറ്റ്സ് ഓൾ കോംപ്ലിക്കേറ്റഡ്. ഈവൻ ഈ ഫേസ്ബുക്ക് തന്നെ ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നമായിട്ട് ശല്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശാലിനി ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? പിന്നെന്തിനാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതില്ലാതെ നിങ്ങളുടെ കൈ എപ്പോഴും ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ മൊബൈലിന് മുകളിൽ. സോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുള്ള ടൈം വേസ്റ്റ് ചെയ്യാണ് ശാലിനി. മോഹൻലാൽ എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ മമ്മൂക്കാനെ പോലുള്ള വ്യക്തികളെ ഇവരാരെങ്കിലും ഇതിനു മുകളിൽ സമയം കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം അവർക്ക് നിന്ന് തിരിയാൻ നേരമില്ല, പണിയുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത കുറെ ആളുകൾ ഇത് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫ്രസ്ട്രേഷൻ എടുക്കുക, അവർക്ക് ഒരു സെലിബ്രിറ്റിനെ തെറിവിളിക്കാൻ കിട്ടുന്ന ചാൻസിൽ തെറിവിളിക്കുക, അപ്പത്തേക്ക് അതിന്റെ മുകളിൽ ഷൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. സോ ലെറ്റ് ദം ഡു ഇറ്റ്, ലെറ്റ് ദം ലീവ്. ഇപ്പൊ ഇത്ര നാളും വന്നതിൽ ഏത് ട്രോളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ചിരിച്ചു പോയത്? സത്യം പറഞ്ഞ ശാലിനി ചോദിച്ച ഈ ചോദ്യത്തിന് എനിക്ക് അങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ആയിട്ടോ എന്റെ മനസ്സിൽ മെമ്മറി ആയിട്ടോ കിടക്കുന്ന ഒന്നുമില്ല. ഇപ്പൊ ഇല്ല. കൂടുതൽ ചിരിക്കാനോ ചെയ്തിട്ടില്ല, അത് ദേഷ്യം വരാനോ ചെയ്തിട്ടില്ല ഈ ട്രോളുകൾ കണ്ടിട്ട്? ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് സ്മൈൽ ചെയ്തിട്ടങ്ങ് വിടും. കാരണം എന്തിനാ ശാലിനി ഇതിന്റെ മുകളിൽ നമ്മള് ഒരു കല്ലിനോട് ദേഷ്യപ്പെടുന്ന പോലെയാണത്. അവർക്ക് അവരുടെ ഫേസ് കാണിച്ച് നേരിട്ടൊന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്തവനാണ് ഇതിന്റെ മുകളിലൊക്കെ എടുത്ത് എഴുതുന്നത്. അതിന് എന്നെ പിറകിൽ നിന്നുകൊണ്ട് അവരുടെ ഫേസ് പോലും കാണിക്കാതെ, സ്വന്തം പേര് പോലും കാണിക്കാതെ എന്നെ തെറിവിളിക്കുന്ന പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ കവേർഡ്സ്. ബോധറിയുന്നില്ല. ഐ ഡോണ്ട് കെയർ. ഒരു എക്സ് മിലിറ്ററി ആയതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പേടിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ വരുന്ന പലരും, പല ഗസ്റ്റും ഈ ഒരു റൗണ്ടിൽ സാറിന് ഒന്ന് പകച്ചു പോകാറുണ്ട് കേട്ടോ. കാരണം ഇതിന്റെ പേര് Shoot out at Spotlight. ആദ്യത്തെ ചോദ്യം, പട്ടാളത്തിൽ ചേർന്നതിന് മുന്നേ അധോലോകമായിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. അതിന്റെ കഥ നമുക്ക് വഴിയേ പറയാം. സ്വന്തം പേരിലുള്ള സോഷ്യൽ മീഡിയ ട്രോൾസ് കണ്ട് ചിരിക്കും അതോ ദേഷ്യം വരുമോ? ചിരിക്കും. സത്യം. പൊട്ടി ചിരിച്ചിട്ടുണ്ടോ? ചിരിച്ചിട്ടുള്ളതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഇറങ്ങിയത്, നമുക്ക് റാങ്കിങ് കൊടുക്കാം. ഞാൻ 3 പേരുടെ പേര് പറയാം. അതിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് കൊടുക്കണം. മേജർ രവി, പൃഥ്വിരാജ്, ആഷിഖ് അബു. മേജർ രവിയാണ് ഫസ്റ്റ് റാങ്ക്. എന്റെ സ്ഥാനം ഞാൻ വേറെർക്ക് വിട്ടുകൊടുക്കില്ല. സെക്കൻഡ് ഈവൻ രാജുവിനെ കുറിച്ചിട്ടും പൃഥ്വിരാജ്. തേർഡ് ആഷിഖ് അബു വരുന്നുള്ളൂ. ഐ തിങ്ക് പോക്കറ്റിലാക്കാൻ എളുപ്പം ലാലേട്ടൻ അതോ മമ്മൂക്ക? there is no പോക്കറ്റിലാക്കൽ. ഞാൻ വാക്ക് മാറ്റാം. പാട്ടിൽ എന്തിലാക്കാനാണെങ്കിലും ശരി, അവർക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ബന്ധങ്ങളൊന്നുമില്ല. നല്ല എളുപ്പമാരാ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മമ്മൂക്കയുടെ പ്രശ്നം എന്താണെന്നറിയോ? മമ്മൂക്കയെ നമ്മൾക്ക് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട് അവിടെ. ലാലാവുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ട്സിന്റെ ലെവലിൽ പോകുന്ന സമയത്ത് കംഫർട്ടബിൾ. കാരണം എന്താ വെച്ചാൽ മമ്മൂക്കയുടെ ഈ സീനിയറിറ്റി എന്ന് പറയുന്നതും അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ ഈസ് ഹാവിംഗ് സം സ്ട്രെങ്ത്. ശരി, നമ്മളായിരുന്നു സ്റ്റേറ്റ് അവാർഡ് ജൂറി അംഗമെങ്കിൽ മികച്ച നടനായിട്ട് ആരെ കൊടുക്കും? മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ജയസൂര്യ? ഞാൻ പൃഥ്വിരാജിന് കൊടുക്കും. മികച്ച നടിയായിട്ട് പാർവതി, മഞ്ജു വാര്യർ, ലെന, അമല പോൾ? ഡെഫിനറ്റ്ലി പാർവതി. അപ്പൊ അവര് കറക്റ്റ് ആയിരുന്നു അവാർഡ് കൊടുത്തത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കുതികാൽ വെട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. മേജർ രവിക്ക് കക്കാൻ അറിയുന്ന പോലെ നിൽക്കാനും അറിയാം, യെസ് ഓർ നോ? നിൽക്കാൻ അറിയാം, കക്കാൻ അറിയില്ല.
അറിയില്ല. ഞാൻ വിചാരിച്ചു പടയെന്ന് ചോദിച്ചോ പെട്ടെന്ന് യെസ് മേജർ രവി എന്നൊരു വ്യക്തിക്ക് ആ കഴിവില്ല എന്ന് പറഞ്ഞു. പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ ആ കഴിവുള്ള ഒരു 3 പേരുടെ പേര് പറയാൻ പറഞ്ഞ ഏത് കഴിവിന്റെ? കക്കാൻ അറിയും, പക്ഷെ നിൽക്കാനും അറിയും, അങ്ങനത്തെ കഴിവുള്ളവര്. ശാലിനി, ആസ് ഇറ്റ് ഈസ് ഇഷ്ടംപോലെ കോൺട്രവേഴ്സീസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ വിട്ടേക്ക്, ഞാൻ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് എന്തിരിക്കുന്നത്? ഇനി എന്റെ ഒരു വലിയൊരു ബലമായ സംശയം, കുറെ നാളായിട്ട് കാണുമ്പോൾ ചോദിക്കണം വെച്ചിരിക്കുന്നു, ശരിക്കും 16 വരെ കൊന്നിട്ടുണ്ടോ? 16 17. അപ്പൊ അത് അതിന്റെ മുകളിലും ട്രോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് നമ്മൾ കൊല്ലുന്നതല്ല, അത് ഓരോ എൻകൗണ്ടേഴ്സിൽ വരുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷണൽ സ്ട്രെങ്ത് നമ്മുടെ റെക്കോർഡിൽ കിടക്കുന്നതായിരിക്കും. ഇന്ന ഓപ്പറേഷനിൽ എത്ര പേര്, ഇന്ന ഓപ്പറേഷനിൽ എത്ര പേര് അണ്ടർ ദ കമാൻഡ് ഓഫ് മേജർ രവി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മേജർ രവി ഓൺലി എയിം ചെയ്തിട്ടും കൊല്ലുന്നില്ല. ഇതിപ്പോ രണ്ടുപേരുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതൊരുത്തന്റെ ബുള്ളറ്റ് അവന്റെ തലയെ പറ്റിയിരിക്കുന്ന നമുക്കറിയില്ല. സോ ദിസ് ഇസ് നോട്ട് എ ക്രെഡിറ്റ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ആരോ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഹൗ മെനി പീപ്പിൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു യെസ്, എന്റെ ഓപ്പറേഷനിലെ കൗണ്ട് വെച്ചിട്ട് 17 പേരാണ്. അത് അപ്പോഴത്തേക്കും 17 പേരെ ഇയാൾ കൊന്നിട്ടുണ്ട്. അപ്പൊ അത് നക്കിയിട്ടാ കൊന്നത്, തുപ്പിയിട്ടാ കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു, ട്രോൾ ഇറങ്ങുന്നു. സോ ഇയാള് മറ്റേ ചെയ്തിട്ടുണ്ട്, ഇയാള് കുക്കാണ്. ശാലിനി, മേജർ രവി വിൽ നോട്ട് ഗെറ്റ് അപ്സെറ്റ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അതിലാണ് കാര്യം. ദാറ്റ് ഈസ് വാട്ട്. ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റില് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഒരു യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പട്ടാളത്തിൽ വരുന്നതിന് മുന്നേ ബോംബെ അധോലോകവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിന് യെസ് എന്നല്ലേ പറഞ്ഞത്? എന്തായിരുന്നു ആ സ്റ്റോറി? ആരായിട്ട് ഏറ്റുമുട്ടിയത്? ദാറ്റ് ഈസ് എ വെരി ഇൻസിഡന്റൽ സംഭവമാണത്. എന്നെ ബോംബെയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് എന്ന് തന്നെ പറയാം. അവര് ഹോട്ടൽ നടത്തുന്നതായിരുന്നു കുട്ടമാമ. അദ്ദേഹം എന്നെ വളരെ നന്നായിട്ട് സ്വീകരിച്ചിരുത്തി ആ ഹോട്ടലിൽ. അങ്ങനെ ഒരു ദിവസം എന്നെ ക്യാഷ് കൗണ്ടറിൽ ഇരുത്തിയ സമയത്ത് അവിടെ കുറെ ആൾക്കാർ ചാപ്പാട് കഴിക്കാൻ വന്നു. അവർ ചാപ്പാട് കഴിച്ച് പൈസ കൊടുക്കാതെ പോകുന്ന സമയത്ത് നമ്മളൊന്നും നോക്കില്ല, പിറകിൽ പോകുന്നിട്ട് ജുബയ്ക്ക് കയറി പിടിച്ചു. അന്ന് കുട്ടമാമ ഹോട്ടലിലില്ല. പിന്നീട് ഇവരെല്ലാം തിരിച്ചു വന്നു. എല്ലാം കറുത്ത പട്ടാണി സൂട്ടും ഇതെല്ലാം ഇട്ടിട്ടുള്ള. ആരാണ് എന്റെ കോളർ കയറി പിടിച്ചത്? മുപ്പരുടെ ബോഡി ഗാർഡിന്റെ മുകളിലാണ് ഈ പിടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രേ ഉള്ളൂ. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 17 വയസ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ അയാൾ തിരിച്ചു വന്ന് എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഹോട്ടലിലത്തെ വെയിറ്റേഴ്സും ഇവരെല്ലാരും കൂടെ അവരുടെ പറഞ്ഞു സോറി, അതെന്തൊക്കെ ഹിന്ദിയിൽ പറഞ്ഞു. ആരുമില്ലാതെ പറയാൻ വിട്ടേക്കുന്നത്. പക്ഷെ അയാൾ എന്നെ നോക്കിയിട്ട് ഒന്നിങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് പോയി. ചിരിക്കുകയതല്ല, എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്തില്ല. പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്, എമർജൻസി സമയത്ത്, 1-2 വർഷം കഴിഞ്ഞിട്ട് എമർജൻസി സമയത്ത് പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് ഒരു പത്രത്തിലെ ന്യൂസ് കാണാണ്. ഫ്രണ്ട് പേജിൽ കരീംലാല അറസ്റ്റഡ്. അപ്പോഴും അത് വായിക്കുന്നു. പക്ഷെ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ നോക്കുകയാണ്. അങ്ങനെ അതാണ് ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കുട്ടമാമൻ ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. ഈ വാസ് എ വെരി വെൽ നോൺ മേനോൻസ് മെസ് എന്ന് പറഞ്ഞിട്ട് കോളിവാടയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുട്ടമാവിടെ ആയിരുന്നു. അപ്പൊ ഇവരൊക്കെ പണ്ട്, ഞാൻ പിന്നീട് കുട്ടമാവോട് ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾ പണ്ടൊക്കെ ബോംബെയിൽ വന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെ ടാക്സിയും ഇതൊക്കെ ആയിട്ട് നടന്നത്. പിന്നീട് അവര് ഒരു ലൈനിൽ പോയി, ഞാൻ എന്റെ ഹോട്ടലുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടമാവ ഒരിക്കലും ഇതിലൊന്നും ഇൻവോൾവ് ആവില്ല. പക്ഷെ അവർ കാണാറുണ്ട്, അവർ പഴയ സുഹൃബന്ധം നിലനിർത്താറുണ്ട്. ഒരാളുടെയും പ്രൊഫഷണൽ അവർ ഇന്റർഫിയർ ചെയ്യില്ല, ഇടപെടാറില്ല. പക്ഷെ ജസ്റ്റ് ഇമാജിൻ ശാലിനി, കുട്ടമാടെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യനാണ് പിന്നെ കരീംലാല ആയിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ 60s കാര്യമാണത്. പിന്നീട് അവർ സ്മഗ്ലിംഗിലേക്ക് പോകുന്നു, ചിലർ ഹോട്ടലായിട്ട് പോകുന്നു, ചിലർ ടാക്സിക്കാരായിട്ട് പോകുന്നു. ജീവിതത്തിന്റെ വേറെ വേറെ പോയി. പക്ഷെ അവരുടെ സുഹൃബന്ധം നിന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ അധോലോകമായിട്ട് കൊമ്പ് കൊടുത്തിട്ടുണ്ട്. കൊമ്പെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ചെയ്താണ്. അന്ന് സമയത്ത് സത്യം ഇതാണ് പറഞ്ഞത്. ഈ ഗുണ്ടായിസം എന്നൊക്കെ പറയുന്നത് പലതും ആളെ അറിയാത്തതുകൊണ്ടാണ് പലരും. ഇപ്പൊ ഇവിടുത്തെ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് ആളെ ഒരുത്തമ്പോട് കവലക്കുറ്റിക്കടിക്കും. പക്ഷെ ഇവന്റെ പേര് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചിട്ടൊന്നും ചെയ്യില്ല. അപ്പൊ ഈ പേരാണ് പ്രശ്നം. അതില്ലാതെ എത്രയോ ആൾക്കാർ ഇവിടെ ഗുണ്ടാസിന് അടിമാനിച്ചിട്ട് അവർ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇന്ന ആളാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അന്നും പൈസ തരാതെ പോയതിന് ഞാൻ പിടിച്ചാണ്. കാരണം എന്റെ ജോലി ക്യാഷിലിരുന്നിട്ട് കുട്ടമ്മ അവിടെ ക്യാഷ് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാറില്ല. അപ്പൊ 4-5 ആൾക്കാർ ചാപ്പാട് കഴിച്ചിട്ട് പോയിരുന്ന സമയത്ത് അപ്പൊ എന്റെ മനസ്സിനകത്ത് പോയത് എന്താ, ഈ വെയിറ്റേഴ്സിന്റെ ആരെങ്കിലും ആയിരിക്കും, അവര് അങ്ങനെ ഒരു എൻകൗണ്ടർ എന്നുള്ളത് മാത്രമാണ്. ഒരേ സമയം പട്ടാളക്കാരനുമാണ് സിനിമാക്കാരനുമാണ്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ, ഈ രണ്ട് ലൈഫ് തമ്മിലുള്ള? ഞാൻ 98 ഏപ്രിൽ മാസം, അത് വിഷുവിന്റെ അന്നാണ് ഞാൻ പട്ടാളത്തിന്റെ യൂണിഫോം ഊരി വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി. ചേതോവികാരമൊന്നുമില്ല. ഞാൻ 24 വർഷം 23.4 മന്ത്സ് ഈ സർവീസ് ചെയ്തപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. 4 വർഷം ജവാന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലങ്കറിൽ പോയിട്ട് എങ്ങനെ ചാപ്പാട് കഴിക്കണം, എങ്ങനെ കിടക്കുന്ന കട്ടിലുള്ള മൂട്ടേനെ കൊല്ലാൻ വേണ്ടി ഞായറാഴ്ച അതിന്റെ പരേഡ് നടത്തണം, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഓഫീസറാവുകയാണ്. സോ വെൻ യു ഓഫീസർ, അതിന്റെ ഗ്രേഡിൽ നമ്മൾ യു ആർ എൻജോയിങ് ദാറ്റ് ലൈഫ്, ദെൻ യു ബിക്കം എ കമാൻഡോ. ദാറ്റ് ഈസ് ആൻ അൾട്ടിമേറ്റ് എയിം ഓഫ് എ
ആർമി മാൻ എന്ന് അപ്പോഴാണ് യുദ്ധത്തിനൊക്കെ പോണേ. യുദ്ധമല്ല, യുദ്ധത്തിന് എല്ലാ പട്ടാളക്കാരും പോകണം. പക്ഷെ കമാൻഡോ വന്ന സമയത്ത് 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അത് ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലല്ല, ദാറ്റ് കംസ് അണ്ടർ ഹോം മിനിസ്ട്രി. അതിൽ സെലക്ഷൻ ആയിട്ട് അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് സെലക്ഷൻ ആവുന്ന സമയത്ത് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. അത് ആ 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവസാനം നമുക്ക് ആ ബ്ലാക്ക് യൂണിഫോം തരുന്ന സമയത്ത് യു ഫീൽ ആസ് എ മിലിറ്ററി മാൻ ഐ ഹാവ് അച്ചീവ്ഡ്. നൗ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈവൻ ദ സീനിയേഴ്സ് വിൽ ലുക്ക് അറ്റ് യു വിത്ത് ഓ ദിസ് ഗൈ ഈസ് ബാക്ക്, ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവർ കെട്ടിപ്പിടിച്ചിട്ട് ആ മുഖത്തൊരു തട്ട് തരുന്ന സമയത്ത് ദാറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. അതാണ് പട്ടാളവും ഇവിടുത്തെ ഞാനിപ്പം ആഫ്റ്റർ റിട്ടയർമെന്റിന്റെ സീനും കാണുന്ന സമയത്തുള്ള ഡിഫറൻസ്. പട്ടാളത്തിൽ നമ്മളൊരു ഓപ്പറേഷൻ റിസ്ക് ആയിട്ട് ചെയ്തിട്ട് വന്ന് സക്സസ്ഫുൾ ആയിട്ട് വരുന്ന സമയത്ത് അവർ കെട്ടിപ്പിടിച്ച് പുറത്തൊരു തട്ട് തരും. പക്ഷേ ഇവിടെ സിനിമാ ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, നമ്മൾ നന്നായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ കിക്ക് ഓൺ യുവർ ഷിൻ. ഷിൻ എന്ന് പറഞ്ഞാൽ കാലിന്റെ ഈ ബോണില്ലേ, അതിലേക്ക് നല്ല വേദനയാണല്ലോ അടി കിട്ടി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ വെൻ വി ആർ ഡൂയിങ് ഗുഡ് ജോബ്, നല്ലൊരു സംഭവം ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് പുറത്തൊരു തട്ട് കിട്ടുമെന്നുണ്ട്. ആ സമയത്താണ് കാലിന്റെ ഈ എല്ലിന്റെ മുകളിൽ ഒരു ചവിട്ട്. ഇതാണ് ഡിഫറൻസ് പട്ടാളവും ഇവിടെയും കൂടെ ഉള്ളത്. ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ, കുറെ നേരം ചോദിക്കണം വെച്ചിരിക്കുന്നു. മേജർ രവി എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് സിവിലിയൻസിന് അങ്ങനെ മേജർ ബ്രിഗേഡിയർ എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ഉണ്ടോ ശരിക്കും? ചില പിള്ളേരെല്ലാം വന്നിട്ട് നമ്മള് ഹൈ മേജർ, അവർ വിചാരിക്കുന്നത് ഈ മേജർ എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്ടോട് വീട്ടിലാണ്. നമ്മൾ ഒരിക്കലും ഒരു ജൂനിയർ ഓഫീസർ വിൽ നോട്ട് കോൾ എ സീനിയർ ഓഫീസർ ബൈ റാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രിഗേഡിയർ എന്ന് വിളിക്കില്ല, മേജർ എന്ന് വിളിക്കില്ല, അത് മേജർ സർ. പക്ഷെ പലരും അത് വിളിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും, കാരണം അവൻ അറിയാതെ വിളിക്കുകയാണത് ഹൈ മേജർ. അവര് പ്രൗഡായിട്ട് വിളിക്കണം മേജർ എന്നുള്ളത്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആ സർ കയറ്റിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അത് പ്രോട്ടോകോൾ വൈസും അങ്ങനെയാണ്. ആർമിയിൽ ഒരിക്കലും ഒരു ജൂനിയർ ക്യാപ്റ്റൻ വിൽ നോട്ട് കോൾ എ മേജർ ആസ് മേജർ. ഗുഡ് മോർണിംഗ് മേജർ, നോ. ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നതാണ്. പക്ഷെ അതിനിവിടെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് അത് നടക്കില്ല. ചുരുക്കത്തിൽ സിവിലിയൻ വിളിക്കാൻ പാടില്ല. സിവിലിയനെ വിളിക്കാം, മേജർ സാർ എന്ന് വിളിക്കാം, മേജർ എന്ന് വിളിക്കരുത്. മേജർ എന്ന് വിളിക്കുന്ന സമയത്ത് ആ ഒരു റെസ്പെക്ട്. പക്ഷെ എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നു സ്പോട്ട്ലൈറ്റില്. ശാലിനി വിളിച്ചു, ബിക്കോസ് അറ്റ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. ഞാൻ 5 വാക്കുകൾ പറയും. ഞാൻ ഓരോ വാക്ക് പറയുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം വരുന്നത് അത് പറയണം, കൂടുതൽ ചിന്തിക്കരുത്. അതൊരു പിക്ചർ ആവാം, ഒരാളുടെ രൂപമാവാം, ഒരു ഇൻസിഡന്റ് ആവാം, എന്താവാം. ഓക്കെ, ഫസ്റ്റ് വൺ വിവാദം. മേജർ രവി. ഞാനും വിചാരിക്കരുത്, ഞാൻ വിവാദം എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മേജർ രവി എന്നൊരു രൂപമാണ് വന്നത്. രണ്ടാമത്തത് സല്യൂട്ട്, മൈനേഷൻ. മൂന്നാമത്തത് ഇടി. അത് അങ്ങോട്ട് കൊടുത്താലും പിന്നീട് നിങ്ങളെ ഈ ട്രോളുകൾ പറയും ഇങ്ങോട്ട് കിട്ടിയെന്നുള്ളത്. So I don't bother again. നാലാമത്തത് തോക്ക്. I love that. തോക്ക? Yes. തോക്ക് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ ലോകത്തെ ആദ്യത്തെ മനുഷ്യനായിരിക്കും കേട്ടോ. No. That's a professional partner. എന്നോടിപ്പോ മൈക്ക് ചോദിച്ചാ I love that എന്ന് പറയണ പോലെ അല്ലേ? Yes. It's a professional partner. ഇന്റർവ്യൂ. Service Selection Board ഫൈനൽ ഇന്റർവ്യൂ. ഇത്ര നേരം ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്തപ്പോ എന്തിനാ അത് മാത്രം മനസ്സിൽ വന്നില്ല അല്ലേ? അത് ശരി. ഓക്കെ. അത് ശാലിനി ഇന്റർവ്യൂ എടുത്തായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. നമ്മൾ സംസാരിക്കില്ലായിരുന്നോ? ഇതൊരു ഇന്റർവ്യൂ ആണോ? സ്പോട്ട്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കതൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് എ ചാറ്റ് ആൻഡ് യു വാണ്ട് ടു നോ ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു. അത്രേ ഉള്ളൂ. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇതിനിടയ്ക്ക് ഇന്നത്തെ ഗസ്റ്റ് മേജർ രവി അറിയാതെ എന്നോട് പറഞ്ഞൊരു വാചകമാണ്, ജീവിതത്തിൽ അധികം ചിന്തിക്കാതെ ഒരു നിമിഷത്തിലായിരിക്കും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാന്ന്. അങ്ങനെ മേജർ രവി എന്ന വ്യക്തി ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം അതെന്തായിരുന്നു? ഇപ്പൊ ഇത് ചോദിച്ചപ്പോ എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നുന്നത് ഇന്നലെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരിപാടി, അവാർഡ് ദാനമാണ്. ഓർഗൻ ഡൊണേഷൻ ചെയ്തിട്ടുള്ളവരുടെ റിലേറ്റീവ്സിനെ ആദരിക്കുന്നതാണ്. ഓക്കെ, കുറെ അവാർഡ് ദാനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട്. ശാലിനി ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവാർഡ് ദാനമായിരുന്നു. മറ്റേത് അവാർഡ് ദാനം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പ്രൗഡായിട്ട് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതിൽ ഓരോരോ വ്യക്തികൾ വന്നതും അവരുടെ സൈറ്റേഷൻ വായിക്കുന്ന സമയത്ത് ഇന്ന ആക്സിഡന്റിൽ സോൻസോ മരിച്ചുപോയി, അതിന് അവരുടെ ഡൊണേഷൻ കിഡ്നി ആൻഡ് ലിവർ ആൻഡ് ഐ ഡൊണേറ്റഡ്, അതിന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി അവരുടെ പിതാവിനെ വിളിക്കുന്നു. അച്ഛനാണ് ഈ വരുന്നത്. അപ്പൊ ഇറ്റ് ബിക്കേം ആൻ ഇമോഷണൽ സീക്വൻസ്. ഇനി ഞാനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, ഭയങ്കര ഇമോഷണലാണ്. ഇത്രയും ടഫ്നെസ് ഉണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ഇതായിപ്പോഴും പതറിപ്പോയി. ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുന്ന സമയത്ത് കണ്ണു നിറഞ്ഞു പോകും. ഒരു സൈറ്റേഷൻ വായിച്ചു, ഇന്ന സ്ത്രീ മരിച്ചു, അതില് ലിവർ കിഡ്നി ആൻഡ് ഐ ഡൊണേറ്റഡ്. വന്നത് ആരാന്നറിയോ? ഭർത്താവ്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഭർത്താവ്, കൂടെ 2 പെൺകുട്ടികളും. അതിലൊരു കുട്ടി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. പിന്നീടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഇതുപോലെ ഒരു നിമിഷത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഇതിനൊന്നും ചിന്തിക്കാറില്ല. ഇത് ഞാൻ ചിന്തിക്കാത്ത എന്തുകൊണ്ടെന്ന് പറയാം, ഇതിന്റെ തീരുമാനത്തിനെ എഫക്ട് ചെയ്യുന്ന എന്റെ ഭാര്യനെയും എന്റെ മകനെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യാണ്,
എന്റെ മരണശേഷം എന്റെ ശരീരത്തിനകത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഏത് അവയവം വേണമെങ്കിലും ആർക്കും എടുത്തുകൊണ്ട് പോകാം, അതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് സൈൻ ചെയ്യുന്നു എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. സൈൻ ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു, സാർ ഞങ്ങളിതൊരു ഫംഗ്ഷൻ ആയിട്ട് വെക്കുന്നുണ്ട്, അതിൽ സാർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സാറ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേറെയും കുറച്ച് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ശാലിനി, ഇതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു നിമിഷത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതായിരുന്നു. എനിക്ക് തോന്നുന്നത് നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. വളരെ നല്ല തീരുമാനം. താങ്ക് യു സോ മച്ച്. ആൻഡ് ശാലിനിക്ക് ഇനി വേറെ ഒന്നുകൂടെ കേൾക്കണം. എന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്ന എന്റെ മോനായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞിടാ, മോനെ പപ്പ ഇങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എപ്പോഴെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അവര് വന്നിട്ട് ഇതാവുന്ന സമയത്ത് നീ അത് മറക്കരുത് കേട്ടോ. യു നോ വാട്ട് മൈ സൺ സെഡ്? പപ്പ, tell them that I am more healthier. എന്റെ കൂടെ ഡൊണേഷൻ ഞാൻ കൊടുക്കാമെന്ന്. I was very happy. At least that child thought about it, you know. ഞാൻ പറഞ്ഞു, ഓക്കെ, ഈ ഫംഗ്ഷൻ വരട്ടെ, നിന്റെ കൂടെ ഡിക്ലെയർ ചെയ്യടാന്നത്, പ്ലീസ് ഡു ദാറ്റ്. സോ ശാലിനി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഒരു നിമിഷത്തിൽ റീസെന്റ് എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ്. ആലോചിക്കാൻ എനിക്ക് തോന്നി ഇത് ഞാൻ ചെയ്യണമെന്നുള്ളത്. കാരണം ആ 32 പേര് കണ്ണീരോട്, ചില അമ്മമാരൊക്കെ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് മകന്റെ ഡൊണേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞൊരു വാക്കുകൂടുണ്ട് അവിടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ഈ സപ്പോർട്ടിന് വേണ്ടി ഞാനിത് ചെയ്യുന്നു. കാരണം എന്നെങ്കിലും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു അവാർഡ് ഫംഗ്ഷന് നിങ്ങളിരിക്കുന്ന ഈ 32-ൽ ഏതെങ്കിലും 2 ചെയറിൽ എന്റെ മകനും എന്റെ ഭാര്യ ഇരിക്കുന്നുണ്ടായിരിക്കും. സോ ദിൽ ബി ദ സപ്പോർട്ട് ടു യു ഓൾ. മനുഷ്യത്വം എന്നുള്ളത് എന്താണെന്നുള്ളത് ഇനിയെങ്കിലും മനുഷ്യൻ മനസ്സിലാക്കണം. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, ലെറ്റ് us all help each other. ഇതാണ് മേജർ രവിയുടെ കൺസെപ്റ്റ്. മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അറിയാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടാവില്ലേ ജീവിതത്തില്? വയസ്സ് ചോദിച്ചു, പിന്നെ 10ാം ക്ലാസ്സിലുള്ള വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത, അതെല്ലാം ചോദിച്ചു. ഇനി എന്താ ചോദിക്കാനുള്ളത്? ഇനി ഞാൻ ഈ അടുത്തറിഞ്ഞ ഓരോ കാര്യങ്ങളാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഐ ഡു, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ എനിത്തിങ്. അതാണ് പ്രശ്നം, ഇതാരും തുറന്നു പറയില്ല. ഞാനിപ്പോ ഒരാളെ വല്ലതും സഹായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് ശാലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്ത് ശരിയല്ല. എനിക്ക് തോന്നണം ഈ മനുഷ്യന് ഡിസർവിംഗ് ആണ്. അല്ല വല്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കൂല. മറ്റേ അഴകിരാവണില് പറഞ്ഞല്ലോ, ഇവിടെ ഒരു 100 രൂപ കൊടുക്കണ്ടെന്ന് കേട്ടു. അതൊന്നും തരില്ല, അത് കിട്ടില്ല. കാരണം എനിക്ക് തോന്നണം, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ തേടി പിടിച്ചു പോകും. അത് ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് പോകേണ്ടി വരുമായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും, അവിടെ പോകും. ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അവരൊരു സർപ്രൈസ്. ഈ മനുഷ്യൻ ഇവിടെ കയറി വന്നിരിക്കുന്നു, എന്നിട്ട് ഇതറിഞ്ഞിട്ട് വന്നിരിക്കുന്നു, ഇത് തന്നിട്ട് പോകുന്നു. ആ സന്തോഷമാണ് ശാലിനി നമുക്ക് കാശ് കൊടുത്താൽ കിട്ടാത്തത്. പത്രങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കുറെ ന്യൂസ് ഒക്കെ കാണാറില്ലേ, ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ബുദ്ധിമുട്ടുന്നു. അപ്പൊ അങ്ങനത്തെ ന്യൂസിനകത്ത് 1-2 ഞാൻ തേടി പിടിച്ച് പോയിട്ടുണ്ട്. അതിനകത്ത് ഐ സപ്പോർട്ട് മൈ ഫാമിലി ഫോർ ദിസ് തിങ്. വൈ? ബിക്കോസ് എന്റെ ഭാര്യയോ എന്റെ മോനോ, മോൻ പറയും അവനിടയ്ക്കിറങ്ങി അവിടെ എത്ര കൊടുക്കുന്നു, ഞാനൊരു 5 രൂപ ചോദിച്ചാൽ തരൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എന്റെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണില്ല, പിന്നെ നീ എന്തിനു ഇത്ര? ഓക്കെ പാപ്പ, യു ഡു വാട്ട് സോ യു ഫീൽ ലൈക്ക്. അതിനെ കുറിച്ചിട്ട് എനിക്ക് എന്റെ ഫാമിലി സൈഡിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഗീവ്സ് മീ ആൻ ഇമ്മൻസ് പ്ലഷർ. സിമ്പിൾ കാര്യം പറയാം, ഞാൻ മരടിലാണ് താമസിക്കുന്നത്. എന്റെ അടുത്ത് മുനിസിപ്പാലിറ്റിന്ന് ഒരു 3-4 വർഷം മുന്നേ, അപ്പൊ ഞാനീ വരുന്നവർക്കും കൂടെ അതൊക്കെ ചെയ്യുന്നു പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇതെല്ലാം കുറെണ്ണം ഇതിൽ ഫ്രോഡുകളുണ്ട് സാറേ, ഞങ്ങൾ പറഞ്ഞല്ല സാറേ ആർക്കും കൊടുക്കരുത് കേട്ടോ. സത്യമായിരുന്നു അത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയാൻ ഇവിടെ ജെനുവിനായിട്ട് ആർക്കാ പ്രോബ്ലം ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെന്റെ അടുത്ത് വന്നാലും പറഞ്ഞു മുനിസിപ്പാലിറ്റി പോയിട്ട് ദേവരാജിന്റെ അടുത്ത് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ സിബി മാസ്റ്റർ എഴുതി വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ അവര് ജഡ്ജ് ചെയ്യും. അപ്പൊ ഇത് ഫ്രോഡാണെങ്കിൽ അവര് ഇവരുടെ അടുത്തേക്ക് പോവില്ല, ചെയർപേഴ്സന്റെ അടുത്തേക്കും പോവില്ല, സിബി മാസ്റ്റർ അടുത്തേക്കൊന്നും പോവില്ല. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഒഴിവാക്കി കിട്ടി. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയില്ലായിരുന്നു. ഓക്കെ പാവം കേട്ടോ, ഇത് നെല്ലിവിലേക്ക് കൂട്ടുമ്പോ ശരി കൊണ്ടുവരും. അതിൽ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. പക്ഷെ അത് നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയട്ടെ, നമ്മളെ 4 മണിക്കൂറായി സ്പോട്ട് ലൈറ്റിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിൽ ഉഗ്രനായിരുന്നു. പക്ഷെ എന്നെ ഇതുവരെയ്ക്കും എനിക്കൊരു ചായ പോലും തന്നില്ല. നശിപ്പിച്ചു. ഞാൻ അവിടെ ഒരു കട്ടൻ കാപ്പി കൊണ്ടുവന്ന് വെച്ചതല്ലേ, വെറുതെ 4 മണിക്കൂർ കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. Anyway, it was great being with you and it was a nice feeling that I could open out certain things. So that was Major Ravi, Radio Mango Spotlightലെ ഇന്നത്തെ ഗസ്റ്റ് ആയിരുന്നത്. ഇനി ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതാനുള്ള നമ്മുടെ അവസരമാണ് കേട്ടോ. RJ ശാലിനി, അതാണ് എന്റെ ഫേസ്ബുക്ക് പേജിൽ. അങ്ങനെ അടിച്ചു കൊടുത്താൽ ഒരു പേജ് ഒക്കെ കിട്ടും. അവിടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എഴുതാം. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ട് മറുപടിയൊക്കെ കിട്ടുന്നതായിരിക്കും, ഞാൻ ഗ്യാരണ്ടി. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും സന്ധിக்கலாம். ഇത് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ് ആൻഡ് ദിസ് ഇസ് മീ ശാലിനി.